വൺസ് അഗൈൻ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ വിഷയമാണ് പറയാൻ പോകുന്നത്. വ്യത്യസ്തമായ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം. എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊന്ന് പഠിച്ചാലോ അല്ലെ, ലേണിംഗ് ടു ലേൺ ഓർ ഹൗ ക്യാൻ ബി ലേൺ ഡിഫിക്കൽട്ട് സബ്ജക്ട്സ്. നമുക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സുകൾ എങ്ങനെ പഠിക്കാം, അതല്ലെങ്കിൽ എന്താണ് പഠനത്തിന്റെ ശരിയായ രീതി, എങ്ങനെയൊക്കെ നമുക്ക് പഠനം വേഗത്തിലും അതുപോലെ വേഗത്തിൽ എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ വേഗത്തിലാക്കാം, എളുപ്പത്തിലാക്കാം, കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആക്കാം, എങ്ങനെ നമ്മുടെ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ നമുക്ക് നിലനിർത്താം, ആവശ്യമുള്ളപ്പോൾ നമുക്കത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ എങ്ങനെ നമുക്കതിനെ സ്റ്റോർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാനിന്ന് അതിലേക്ക് വേണ്ട കുറച്ച് ടിപ്സുകളാണ് പറയുന്നത്. അത് പോയിന്റ് വൈസ് ആയിട്ട് ഞാൻ ടിപ്സുകൾ പറയുകയാണ്. സോ നിങ്ങൾ ആ പോയിന്റ്സുകൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഇപ്പോ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ, പല ഇതിലൂടെയും കേട്ടിട്ടൊക്കെ. മെമ്മറിയാണ്, മെമ്മറിയുടെ ലെവലുകൾ എന്താണ്, അതിൽ ഏത് മെമ്മറിയാണ് നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ദെൻ ലോങ് ടേം മെമ്മറി അല്ലെ. അപ്പൊ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാം നമ്മൾ സെൻസറി ഓർഗൻസിലൂടെ കിട്ടുന്നതെല്ലാം നമ്മുടെ സെൻസറി മെമ്മറിയാണ്. പക്ഷെ അതൊന്നും നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്, നമ്മളൊരു വർക്കിംഗ് മെമ്മറി എന്ന് കൂടി പറയുന്നുണ്ട്. അതായത് നമ്മൾ ഒരു കോൺഷ്യസിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെ നമ്മൾ എന്താണ്, അത് വർക്കിംഗ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത്ര വയസ്സുള്ളപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ചുള്ള ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നമ്മളത് ഓർമ്മയിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇറ്റ് ഇസ് എ ലോങ് ടേം മെമ്മറിയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ ആസ്പെക്ടുകളിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല, നമുക്ക് പരിചിതമായിരിക്കും ആ 3 മെമ്മറികളും. അപ്പോ ഇന്നത്തെ നമ്മുടെ ആ ടിപ്സുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ വൺസ് അഗൈൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ നമുക്ക് പഠിക്കാം എന്നതിന്റെ ടിപ്സുകളിലേക്കാണ് പോകുന്നത്. നമ്മളൊരു ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ആ ചാപ്റ്ററിലൂടെ നമ്മൾ ഒന്ന് കണ്ണോടിക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് സൈലന്റ് ആയിട്ട് ഒരു ഗ്ലാൻസിങ് അല്ലെ. അതിനെന്ത് വേണ്ടിയിട്ടാ നമ്മൾ ആ ചാപ്റ്റർ, ഇപ്പൊ കുട്ടികൾ സാധാരണ ചെയ്യാറ് പേജ് നമ്മളൊന്ന് മറിച്ചു നോക്കുക, എത്ര പേജസ് ഉണ്ട് കവർ ചെയ്യാൻ എന്നുള്ളത്. അപ്പൊ അതോടൊപ്പം തന്നെ അതിന്റെ മെയിൻ ഹെഡിങ്സ് എന്തൊക്കെയാണ്, സബ് ഹെഡിങ്സ് അല്ലെങ്കിൽ ടൈറ്റില്, സബ് ടൈറ്റില്, ഇമ്പോർട്ടന്റ് ഡയഗ്രാംസ് എന്തൊക്കെയാണ്, ജസ്റ്റ് ഗ്ലാൻസ് അതിലൂടെ ഒന്ന് കണ്ണോടിക്കുന്നു. എന്താ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം? ആ പാഠഭാഗത്തു നിന്നും, ആ ചാപ്റ്ററിൽ നിന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോ നമ്മൾ അതിലോട് കണ്ണോടിച്ചു, അതിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, പിന്നെ ടൈറ്റിൽസ്, സബ് ടൈറ്റിൽസ്, ഡയഗ്രാംസ് പറഞ്ഞു അല്ലെ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ആ ഒരു ജസ്റ്റ് ഒന്നൊന്ന് കണ്ണോടിക്കുക, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മെയിൻ പോയിന്റ്സുകളെ ഒന്ന് ഫോക്കസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിക്കാൻ പോകുന്നതിന് മുൻപും ആദ്യം ചെയ്യേണ്ട കാര്യം. അതാണ്. ദെൻ അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഭാഗത്ത് നിന്നുമുള്ള, ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സുകളെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അല്ലെ. ഫസ്റ്റ് അതായത് ആ കോൺസെപ്റ്റുകളെയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഹ്യൂമൻ ഫിസിയോളജിയിലെ സർക്കുലേഷൻ എന്ന ചാപ്റ്റർ പഠിക്കാൻ പോകുന്നു. സോ ഞാനതിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ എനിക്കിത് മനസ്സിലായി. സർക്കുലേഷനിൽ അവിടെ ബോഡി ഫ്ലൂയിഡ്സിനെ കുറിച്ച് പറഞ്ഞു, അല്ലെ ബ്ലഡിനെ കുറിച്ച് പറഞ്ഞു, ലിംഫിനെ കുറിച്ച്. ബ്ലഡും ലിംഫ് എന്ന 2 കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് ബ്ലഡിന്റെ കോമ്പോസിഷൻ വരുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് സർക്കുലേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം വരുന്നു, ഹാർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇതിലൂടെ കണ്ണോടിച്ച് നോക്കിയപ്പോൾ എനിക്കതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കി, ഈ ചാപ്റ്ററിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ രണ്ടാമതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിലെ മെയിൻ കോൺസെപ്റ്റുകളെ അണ്ടർസ്റ്റാൻഡിങ് ദ മെയിൻ കോൺസെപ്റ്റ്സ്. അതിലെ മെയിൻ കോൺസെപ്റ്റുകളെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെയുള്ള പഠിത്തം, അവിടെയാണ് നമ്മൾ പറയുന്നത് നമുക്കത് കാര്യം മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആവർത്തിച്ച് നമ്മളതിനെ പഠിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രശ്നം എന്താ വരുന്നത്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിനെ ഓർത്തെടുക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. കാരണം നിങ്ങൾ ആ പഠിച്ചതിലെ 1-2 വേർഡ്സ് മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. സോ അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസെപ്റ്റ്, ഫോർ ദിസ് വി ക്യാൻ യൂസ് കൺസെപ്റ്റ് മാപ്പുകൾ എന്ന് പറയും. ദെൻ മൈൻഡ് മാപ്സ്, അല്ലെങ്കിൽ മൈൻഡ് ട്രീ, ഫ്ലോ ചാർട്ട്,
തുടങ്ങിയ കാര്യങ്ങൾ. ഇനി ഇപ്പൊ ഫ്ലോ ചാർട്ടിന്റെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടെ നമുക്ക് കാണാം. എങ്ങനെയാണ് ഫ്ലോ ചാർട്ടായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, എങ്ങനെ ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മൈൻഡ് ട്രീ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ആ ഒരു രീതിയിൽ പഠിക്കുമ്പോൾ ഒരു വലിയ കോൺസെപ്റ്റ് നമുക്ക് വളരെ ചെറുതാക്കി നമുക്കൊരു വളരെ ബ്രീഫായിട്ട് നമുക്കത് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ആശയം അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റൊന്ന്, ഇനി നമുക്ക് ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിക്കാം. ഒരു മെമ്മറി കാർഡുകൾ എന്നൊക്കെ പറയും. അതായത് ഒരു കാർഡിന്റെ ഒരു സൈഡില് അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് ചിത്രമാണെങ്കിൽ മറുഭാഗത്ത് അതിന്റെ എക്സ്പ്ലനേഷൻസ് കൊടുത്തുകൊണ്ട് നമുക്കതിനെ ഓർത്തെടുക്കാം. ഇനി ഇതൊന്നുമല്ലെങ്കിൽ പോലും ഒരു പാഠഭാഗം വായിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ക്വിക്ക് റൈറ്റിംഗ്, അല്ലെ, നമ്മൾ മെയിൻ പോയിന്റ്സ് മാത്രം ഒന്ന് ക്വിക്ക് റൈറ്റിംഗ് വഴി നോട്ട് ചെയ്ത് വെക്കുക. സോ കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഇസ് സെക്കൻഡ് പാർട്ടാണ് നമ്മുടെ ലേണിംഗിന്റെ. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഹൈലൈറ്റിംഗ് അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക എന്നുള്ളത് സാധാരണ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ. പക്ഷെ ആ അണ്ടർലൈനിങ് ചെയ്യുമ്പോൾ, ഹൈലൈറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബുക്കുകൾ നമ്മൾ അണ്ടർലൈൻ ചെയ്യുമ്പോൾ ഒരുപാട് ടു മച്ച് അണ്ടർലൈനിങ് ഓർ ടു മച്ച് ഹൈലൈറ്റിംഗ്, ദാറ്റ്സ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്. അതൊരു നല്ല കാര്യമല്ല. ബിക്കോസ് that makes the highlighting ineffective, or that cause another problem. That is, അത് നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നു. എന്താണ് ആക്ച്വലി ആ ഭാഗത്തെ മെയിൻ പോയിന്റ്സ് എന്നുള്ളത് നമുക്ക് കൃത്യമായി ഗ്രാസ്പ് ചെയ്യാൻ പറ്റാതെ വരുന്നു. കാരണം എല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. സോ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പാരഗ്രാഫിലെ അതാണ് ഏറ്റവും നല്ലത്. ഇനി അതിന് പറ്റുന്നില്ല എങ്കിൽ 1 or 2 സെന്റൻസ് മാക്സിമം ഇൻ എ പാരഗ്രാഫ്. അതായത് ഒരു 8, 10, 12 സെന്റൻസ് ഉള്ള ഒരു പാരഗ്രാഫ് ആണെങ്കിലേ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 1 or 2 ലൈൻസ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഹൈലൈറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. സോ ദാറ്റ് ഇസ് ഹൈലൈറ്റിംഗ്. ദെൻ അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് റീകോൾ ചെയ്യുന്ന കാര്യമാണ്. പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചെറിയൊരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ അതിനെ റീകോൾ ചെയ്യാം, അല്ലെ. റീകോൾ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ആ ബുക്ക് അടച്ചു വെച്ച് അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറി വേറെ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, റീകോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കഴിയുന്നത്ര പഠിച്ച ആ ഒരു റൂമിൽ നിന്നോ ആ ഒരു കോണ്ടക്സിൽ നിന്നോ അല്ലാതെ മാറിയിരുന്നൊന്ന് റീകോൾ ചെയ്യുക. ഇനി അങ്ങനെ റീകോൾ ചെയ്യുക എന്നുള്ളത് മറ്റേത് മെത്തേഡിനേക്കാളും പഠനത്തെ എളുപ്പമാക്കുന്ന, മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് റീകോളിംഗ്. അപ്പൊ ആ റീകോളിംഗിന്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണ്, ഞാൻ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം എനിക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ ദാറ്റ് യു ക്യാൻ കറക്റ്റ് യുവർ മിസ്റ്റേക്സ്. ഞാൻ റീകോൾ ചെയ്തതിൽ തെറ്റ് സംഭവിച്ചത് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഭാഗത്ത് നമുക്ക് വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ച് അത് ഉറപ്പാക്കാവുന്നതാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ റീകോളിംഗുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ നമുക്ക് സംഭവിക്കുന്ന ഒരു ഇലൂഷൻ ആണ്. അതാണ് ഇലൂഷൻ ഓഫ് കോമ്പിറ്റൻസി എന്നാണ് അതിന്റെ പേര്. വളരെ വളരെ സിമ്പിൾ ആയിട്ട് അതിനെ കുറിച്ച് പറഞ്ഞാല്, ഞാനൊരു പാഠഭാഗം പഠിച്ചു കഴിഞ്ഞു, ഞാനത് റീകോൾ ചെയ്യുന്നു. ബട്ട് കീപ്പിംഗ് ദ ബുക്സ് ഓപ്പൺ ഇൻ ഫ്രണ്ട് ഓഫ് മീ. ആ ബുക്സ് എന്റെ മുന്നിൽ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ടാണ് ഞാനത് റീകോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, അല്ലെ. ബുക്ക് നമ്മളെ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഇങ്ങനെ വെച്ച് ഞാനിങ്ങനെ ഓർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ദ ടെൻഡൻസി ടു ലുക്ക് ഇൻ ടു ബുക്ക് വിൽ ബി മോർ, അല്ലെ. ആ ബുക്കിലേക്ക് നോക്കാനുള്ള ടെൻഡൻസി എനിക്ക് കൂടുതലായിരിക്കും റാദർ ദാൻ ടു റീകോൾ മൈസെൽഫ്. ഞാനത് സ്വയം കുറച്ച് ബുദ്ധിമുട്ടി റീകോൾ ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം എന്റെ ടെൻഡൻസി എന്തിനായിരിക്കും കൂടുതൽ, ജസ്റ്റ് ആ ബുക്കിലോട്ടൊന്ന് നോക്കാനായിരിക്കും. എന്നിട്ട് ഞാൻ എത്തുന്ന ഒരു തെറ്റിദ്ധാരണ എന്താണെന്നറിയോ, ഇറ്റ്സ് ഇൻ യുവർ ബ്രെയിൻ, അത് എന്റെ ബ്രെയിനിലുണ്ട്, എനിക്കത് ഓർമ്മയുണ്ട്, ഞാൻ പഠിച്ച കാര്യം. ബട്ട് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഇൻ യുവർ ബ്രെയിൻ ബട്ട് ഇൻ യുവർ ബുക്ക്. ദാറ്റ് ഇസ് എൻ ഇലൂഷൻ ആണ്, ഇലൂഷൻ ഓഫ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇലൂഷനാണ് പലപ്പോഴും കുട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം. അതായത് ഒരു ചാപ്റ്റർ പഠിച്ചു, ഞാൻ നോക്കി, എനിക്കറിയാം, എനിക്കിത് എക്സാമിന് വന്നാൽ എനിക്കിത് എഴുതാൻ പറ്റും എന്ന് ചിന്തിക്കുന്നു. ബട്ട് എക്സാം ഹാളിൽ എത്തുമ്പോഴും നമുക്ക് ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ വളരെ ഫെമിലിയർ ആയി തോന്നുന്നു, ബട്ട് കാനോട്ട് ആൻസർ ഇറ്റ്. അതിന്റെ ഒരു കാരണം ഇതാണ്, നമ്മൾ ആ ഒരു ഇലൂഷനിലൂടെയാണ് കടന്നുപോയത്. സോ എങ്ങനെ നമുക്ക് ആ ഒരു ഇലൂഷനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാല്,
എന്താ ചെയ്യാൻ പറ്റുക? ഒന്ന്, നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും റീകോൾ ചെയ്യുമ്പോൾ ബുക്സ് ക്ലോസ് ആക്കി വെക്കുക, അല്ലെങ്കിൽ വേറൊരു പ്ലേസിലേക്ക് മാറി നിന്ന് റീകോൾ ചെയ്യുക. ഇനി കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ, ഒന്നുകിൽ നിങ്ങൾക്കൊരു ഭാഗം പഠിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ ഫ്രെയിം ചെയ്ത ചില ക്വസ്റ്റ്യൻസ് അല്ലെ, ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ വയ്യോ വാട്ടോ വെന്നോ എന്താണോ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഫ്രെയിം ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിലെ ആ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആൻസർ ചെയ്യുക. ഒന്നുകിൽ നമ്മളത് എനിക്ക് അറിയാവുന്ന വെറുതെ ചിന്തിക്കുകയല്ല, അത് പറഞ്ഞു നോക്കുക. ഒരു ടീച്ചർ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ടോ, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, എഴുതി നോക്കാം. എഴുതുമ്പോൾ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ എക്സാമുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഇതിന്റെ രീതിയിൽ ആ പഠിച്ച കാര്യം ഹൗ മച്ച് യു ക്യാൻ റീകോൾ ഓർ ഹൗ മച്ച് യു ക്യാൻ റീപ്രൊഡ്യൂസ് ഓർ ഹൗ മച്ച് യു ക്യാൻ റിട്രീവ് എന്നുള്ളത് അവിടെ ടെസ്റ്റ് ചെയ്യാം. മിനി ടെസ്റ്റിംഗ് എന്നൊക്കെയാണ് അതിന് പറയുക. അപ്പൊ അതുവഴി ഈ ഇല്യൂഷൻ ഓഫ് കോമ്പിറ്റൻസി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അതാണ് മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞ ടിപ്സ് ഏതൊക്കെയായിരുന്നു? ഒന്ന്, ആ പാഠഭാഗത്തുകൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, അതിലൂടെ ഒന്ന് റീഡ് ചെയ്ത് പോവുക അല്ലെ, ഇമ്പോർട്ടന്റ് പോയിന്റ്സുകളെ മനസ്സിലാക്കിക്കൊണ്ട്. രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. മൂന്നാമത്തത് ഫ്ലോ ചാർട്ട്, ക്വിക്ക് റൈറ്റിംഗ്, മൈൻഡ് മാപ്പ് തുടങ്ങിയ കാര്യങ്ങള്. ദെൻ റീകോളിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അഞ്ചാമത്തെ ടിപ്പായിട്ട് പറഞ്ഞതാണ് ഇല്യൂഷൻ എന്ന് പറയുന്ന കാര്യം. നെക്സ്റ്റ് ടിപ്പാണ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. അതായത് റിപ്പീറ്റേഷൻ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്, ആവർത്തിക്കുക എന്നുള്ളത്. പക്ഷെ ആ ആവർത്തനം എന്നുള്ളത് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. പഠിത്തം നമ്മൾ പഠിച്ചു, ഒരു തവണ പഠിച്ചു, ഓക്കെ, അത് റീകോൾ ചെയ്ത് നോക്കി, അല്ലെങ്കിൽ അത് പഠിച്ചത് അവിടെ ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് ഒരു ഗ്യാപ്പിന് ശേഷമാണ്, കുറച്ച് സ്പേസിങ്ങിന് ശേഷം മാത്രമാണ് നമ്മളത് റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളത്. സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ആണ് അടുത്ത പോയിന്റ്. And the next tip is the serial position effect. Serial position effect എന്ന് പറയുമ്പോൾ അതൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഏതെങ്കിലും 10 വേർഡ്സ്, പെൻ, പെൻസിൽ, കാർ, സ്കൂട്ടർ, ബൈക്ക്, ട്രെയിൻ, അങ്ങനെ 10 വേർഡ്സ് പറഞ്ഞു, സാധനങ്ങളുടെ പേര് പറഞ്ഞു. എന്നിട്ട് അത് നിങ്ങളടുത്തൊന്ന് ഓർക്കൂ എന്ന് പറയുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യാം? ഞാനിപ്പോ എന്ത് ചെയ്യാൻ പോവാണ്? പെൻ, പെൻസിൽ, കാർ, ബസ്, ടേബിൾ, ചെയർ, ദെൻ റിംഗ്, ചെയിൻ, ദെൻ പിന്നെന്താ നമുക്ക് ബോട്ടിൽ അല്ലെ, മിറർ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്തി. സോ അത് തിരിച്ച് നമ്മളൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോ നമ്മൾ എവിടുന്നാ തുടങ്ങുക? മിറർ, ബോട്ടിൽ, അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു. ദാറ്റ് ഈസ് എവിടെയാണോ എൻഡ് ചെയ്ത്, ഇപ്പൊ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാല് കൂടുതൽ നമ്മൾ ഓർത്തിരിക്കുന്നത് 2 കാര്യങ്ങളാണ് അതില്. ഒന്നാമത്തത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ കാര്യം അല്ലെ. സിമിലർലി നമ്മൾ ആദ്യം തുടങ്ങിയ കാര്യങ്ങൾ, ഇപ്പൊ പെൻ, പെൻസിൽ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങി, അപ്പൊ പെൻ, പെൻസിൽ അവിടെ ഓർത്തിരിക്കുന്നു. അതുപോലെ അവസാനം പറഞ്ഞ കാര്യങ്ങളും. ഇതാണ് പൊസിഷൻ ഇഫക്റ്റ്. പ്രൈമസി ഇഫക്റ്റ് എന്ന് റിസൻസി ഇഫക്റ്റ് എന്ന് രണ്ടായിട്ട് ഇതിനെ പറയാറുണ്ട്. ആദ്യത്തെ 2 കാര്യങ്ങൾ അല്ലെങ്കിൽ 2-3 കാര്യങ്ങൾ, അവസാനത്തെ കാര്യങ്ങളുമാണ് മിഡിലിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് കൂടുതൽ എവിടെയാണ്? മിഡിലിൽ വരുന്ന കാര്യങ്ങളാണ്. ഒരു പക്ഷേ കുട്ടികളെ ഇത് തന്നെ ആയിരിക്കും നമ്മൾ എക്സാമിനൊക്കെ പറയാറില്ലേ, അല്ലെങ്കിൽ ഒരു സ്പീച്ച് ആണെങ്കിലും നമ്മളൊരു പ്രസന്റേഷൻ ആണെങ്കിലും എന്താണെങ്കിലും പറയും, ഇൻട്രൊഡക്ഷൻ നന്നായിരിക്കണം, സിമിലർലി കൺക്ലൂഷനും നന്നായിരിക്കണം അല്ലെ. അപ്പൊ നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാണ് പോകുന്നത്? തുടക്കത്തിലും ഒടുക്കത്തിലുമാണ് കൂടുതൽ ഫോക്കസിങ്. സിമിലർ നമുക്ക് ഓർമ്മയിരിക്കുന്നത് എവിടെയാണ്? ആദ്യത്തെയും അവസാനത്തെയും കാര്യങ്ങളാണ്. സോ ട്രൈ ടു അപ്പൊ നമുക്കിത് എങ്ങനെ ഇതിനെ പഠിത്തത്തിലേക്ക് കൊണ്ടുവരാന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കാൻ പോകുമ്പോൾ അതിലെ ഫസ്റ്റ് നമ്മൾ കണ്ണോടിച്ച് കണ്ടെത്തിയിട്ടുണ്ട് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, എക്സാമിന് കൂടുതൽ ചോദിക്കുന്ന, ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത്, അതല്ലെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട കാര്യങ്ങള് ഫസ്റ്റിലോ ലാസ്റ്റിലോ ആയിട്ട് ചെയ്യാം. അപ്പൊ എന്തായിരിക്കും? അത് മറ്റുള്ളതിനെക്കാളും കുറച്ചുകൂടി മെമ്മറിയിൽ നിൽക്കും എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. സോ അപ്പൊ അതാണ് സീരിയൽ പൊസിഷൻ ഇഫക്റ്റ് എന്ന് പറയുന്ന കാര്യം. സോ നെക്സ്റ്റ് ടിപ്പ് ഈസ് പ്രാക്ടീസ് മേക്സ് പെർമനന്റ്. നമ്മൾ എന്ത് പഠിച്ചാലും പ്രാക്ടീസ് ആണ് അത് ആ ഒരു കാര്യത്തെ പെർമനന്റ് ആയിട്ട് നമ്മൾ നിലനിർത്തുന്നത്. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, വാട്ട് കൺസെപ്റ്റ്സ് യു ഹാവ് ലേൺഡ്
പ്രത്യേകിച്ചും സയൻസിൽ, മാത്തമാറ്റിക്സിൽ, നിങ്ങൾ മാത്തമാറ്റിക്സിൽ ഒരു ഇക്വേഷൻ പഠിച്ചു, ആ ഇക്വേഷൻ പഠിച്ചു, ഓക്കെ, ആ കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു, അതുകൊണ്ട് മാത്രമായോ? അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് പ്രോബ്ലംസ് വന്നാലും നിങ്ങൾക്ക് എക്സാമിന് ചെയ്യാൻ പറ്റുമോ? ഇതാണ് മാത്സ് പഠനത്തിലെ ഏറ്റവും വലിയൊരു തെറ്റ്, അല്ലെ? ഞാൻ ഇക്വേഷൻ അറിഞ്ഞപ്പോൾ ഞാൻ ചെയ്തോളാം എന്നുള്ളത്. അപ്പൊ അതല്ല. അപ്പൊ ആ കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കി നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ, നമ്മൾ അത് അടിസ്ഥാനമാക്കി വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് പെർമനന്റ് ആയിട്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ പോകുമ്പോ, നമ്മളിപ്പോ നീറ്റോ, കീമോ, ജെഇഒ എന്തോ ആയിക്കോട്ടെ, അവിടെ അവരുടെ മോഡ് ഓഫ് പഠിത്തത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, അല്ലെ? ഡൂയിങ് എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. അവര് കണ്ടിന്യൂസ് ആയിട്ട് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നു. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആകുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനെ അടിസ്ഥാനമാക്കി ഏതൊരു തരത്തിലുള്ള പ്രോബ്ലംസ് വന്നാലും കുട്ടിക്ക് അത് വളരെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമല്ല, വളരെ ഈസി മെത്തേഡിലൂടെ വളരെ പെട്ടെന്ന് തന്നെ അത് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളതാണ് അവിടെ പോയിന്റ്. സോ പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ്. അതിന് വേറെ ഒന്നും നമുക്ക് അതിന് പകരം വെക്കാനില്ല. സോ പ്രാക്ടീസ് മേക്സ് പെർമനന്റ്. ഓക്കെ, അപ്പൊ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അതിന്റെ കൂടെ 2 കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യാണ്. ഒന്നാമത്തത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടേക്ക് ബ്രേക്ക് എടുക്കുക തുടർച്ചയായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് 5 hours പെർ ഡേ ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, ഈ 5 hours തുടർച്ചയായിട്ട് പഠിക്കുക എന്നുള്ളതിന് പകരം ബ്രേക്ക് എടുത്തുകൊണ്ട് പഠനം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ദാറ്റ് മീൻസ് ഫോക്കസ്ഡ് അറ്റൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കൊരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്ന, നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ കൃത്യമായി നമുക്ക് അറ്റൻഷൻ ഒരു കാര്യത്തിൽ കൊടുക്കാൻ പറ്റും 20 minutes ആണ്. അപ്പൊ ആ 20 minutes കഴിയുമ്പോൾ 5 minutesോ ഒരു ചെറിയ ബ്രേക്കെങ്കിലും എടുക്കുക. ആ ബ്രേക്കിൽ പോയിട്ട് വേറെ ബുക്ക് വായിക്കാനല്ല പറയുന്നത്, ഒന്ന് നടക്കാനോ, കുറച്ച് വെള്ളം കുടിക്കാനോ, ഒരു പാട്ട് കേൾക്കാനോ, ഒരു ചെറിയ ബ്രേക്ക് ഉപയോഗിച്ച് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാം. അപ്പൊ എന്താണ്, നമുക്ക് വീണ്ടും ആ ഒരു നമ്മുടെ ബ്രെയിനിനെ അതേ ഒരു എനർജിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ടേക്ക് ബ്രേക്ക് എന്നുള്ളതാണ് മറ്റൊന്ന്. ഫോക്കസ്ഡ് അറ്റൻഷൻ, ശരിക്കും അത് പറഞ്ഞാല് അവിടെ ഫോക്കസ്ഡ് അറ്റൻഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് അവിടുത്തെ ഫാക്ടർ, അല്ലെ? നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു കാര്യം എത്ര തവണ പഠിച്ചാലും നമുക്കത് ലേണിങ്ങോ അല്ലെങ്കിൽ റീകോളിങ്ങോ അവിടെ ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് നമ്മൾ ഇൻട്രസ്റ്റോട് കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും അതിലേക്ക് ഇൻവോൾവ് ആകാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് ബെറ്റർ ആയിട്ട് പെട്ടെന്ന് ലേൺ ചെയ്യാനും ബെറ്റർ ആയിട്ട് മെമ്മറൈസ് ചെയ്യാനും റിമെമ്പർ ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. സോ അതിന്റെ പുറകില് വെറുതെ പറയുന്നതല്ല, അതിന്റെ പുറകിലും നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമ്മുടെ ഫോക്കസ്ഡ് ലേണിംഗിൽ ആക്റ്റീവ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമ്മൾ ഇൻവോൾവ് ആവുക, നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആവുക. സോ ലേണിംഗ് വിൽ ബി മോർ ഇഫക്റ്റീവ്. ഓക്കെ, അപ്പൊ ഇത്രയും ടിപ്സ് ആണ്, 12 ടിപ്സ് ആണ് ഞാൻ ഇവിടെ കവർ ചെയ്തിട്ടുള്ളത്. ഈ 12 ടിപ്സ് നിങ്ങൾ നിങ്ങളുടെ കോണ്ടെക്സ്റ്റിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദ ചേഞ്ച്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.